ഫഅലാനു വസ്നിൽ വരുന്ന നാമങ്ങൾ തൻവീനിനെ സ്വീകരിക്കൂല. അതുപോലെ തന്നെ കെസ്റയും വരില്ല, ജെറു ചെയ്യുമ്പോൾ ഫതഹയിൽ ജെറു ചെയ്യും, അപ്പോൾ അതിന് തൻവീൻ വരില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മളവിടെ മഹ്മൂദുൻ താലിബുൻ കസ്ലാനുൻ എന്ന് വരാഞ്ഞത്. കസ്ലാനു എന്നേ വരുള്ളൂ. അതിൻ്റെ ഒരു പാറ്റേൺ ആണ് ഫഅലാനു. ഇതിൽ വരുന്ന അഡ്ജക്റ്റീവുകൾ, ഫഅലാനു എന്നതിൽ വരുന്ന അഡ്ജക്റ്റീവുകൾ തെൻവീനിനെ സ്വീകരിക്കുകയില്ല. മംനൂ മിനസ്സർഫാണ് കേട്ടോ, മംനൂ മിനസ്സർഫാണ്. വേറെ ഒന്നും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട്, അത് ഈ പാഠത്തിലെല്ലാം തോന്നുന്നുണ്ട്, അടുത്ത പാഠത്തിലാണെന്ന് തോന്നുന്നത് വരുന്നത്, വിയത്ത് എന്നൊക്കെ വരുന്നത്. അത് ഇവിടെ അല്ല അല്ലേ. പുരുഷനാമം വരുന്നതാണ് മാം. പുരുഷനാമം ഇവിടെ എത്തിയിട്ടില്ല, ഇതിലില്ലല്ലോ. ഇല്ല, ഈ പാഠത്തിൽ കാണുന്നില്ല. രണ്ടാമത്തെ ഭാഗത്തിലുണ്ടോ? ഇല്ല. അപ്പോൾ അത് അടുത്ത പാഠത്തിലാണ് വരുന്നത് കേട്ടോ. അത് ഞാൻ അപ്പോൾ അതവിടെ കിടന്നോട്ടെ, എനിക്ക് പിന്നെ മാറ്റേണ്ടല്ലോ. ഞാനത് ഇൻഷാ അല്ലാ അടുത്ത പാഠത്തിലാണ് വരുന്നത് കേട്ടോ. അത് ഞാൻ അടുത്ത പാഠത്തുമ്പോൾ വിശദീകരിക്കാം കേട്ടോ. ഇനി നമുക്ക് ആ ഭാഗത്തുള്ളത് ഒരു 4 ലൈനും കൂടി അല്ലേ. മൻ അൻത, നീ ആരാകുന്നു. മൻ അൻത, നീ ആരാകുന്നു. മൻ ഇസ്മുൽ ഇസ്തിഫ്ഹാം മബനിയുൻ അല സുക്കൂനി. മൻ എന്നത് ഇസ്മുൽ ഇസ്തിഫ്ഹാം മബനിയുൻ അല സുക്കൂനി. അൻത ളമീറുൻ മുൻഫസിലുൻ മബനിയുൻ അലൽ ഫതഹി. അൻത ളമീറുൻ മുൻഫസിലുൻ മബനിയുൻ അലൽ ഫതഹി. അന താലിബുൻ, ഞാനൊരു വിദ്യാർത്ഥിയാകുന്നു. അന താലിബുൻ, ഞാനൊരു വിദ്യാർത്ഥി ആകുന്നു. അന ളമീറുൻ മുൻഫസിലുൻ മുബ്തദഅ. അന ളമീറുൻ മുൻഫസിലുൻ മുബ്തദഅ. താലിബുൻ ഖബറുൻ. ഒരു ഡൗട്ട്, ചോദിച്ചോളൂ. അൻതയും ളമീറും മുൻഫസിൽ തന്നെ വരിക? അതെ, എല്ലാം ഒറ്റക്ക് നിൽക്കുന്ന പ്രോനൗൺ അല്ലേ. ഹുവ ഹുമാ ഹും ഹിയ ഹുമാ ഹുന്ന അൻത അൻതുമ അൻതും അൻതി അൻതുമ അൻതുന്ന അന നഹ്നു. 14 എണ്ണവും ളമീർ മുൻഫസിലാണ്. പക്ഷെ നമ്മൾ ഒന്നും കൂടി ഇറാബ് ചെയ്യുമ്പോൾ അന ളമീറുൻ മുൻഫസിലുൻ മബനിയുൻ അല സുക്കൂനിയാണ്. അൻതയാണെങ്കിൽ മബനിയുൻ അലൽ ഫതഹിയാണ്. അൻതിയാണെങ്കിൽ മബനിയുൻ അലൽ കസ്രിയാണ്. ഹുവയാണെങ്കിൽ മബനിയുൻ അലൽ ഫതഹിയാണ്. അങ്ങനെ വ്യത്യാസം ഉണ്ടാവും, വേറെ വ്യത്യാസമൊന്നുമില്ല. ഒക്കെ ഇതാണ് ളമീറുൻ മുൻഫസിലാണ് കേട്ടോ. അന ളമീറുൻ മുൻഫസിലുൻ മുബ്തദഅ. താലിബുൻ ഖബറുൻ മർഫൂഉൻ. താലിബുൻ ഖബറുൻ മർഫൂഉൻ. അൻത താലിബുൻ ജദീദുൻ. അൻത താലിബുൻ ജദീദുൻ, നീ ഒരു പുതിയ വിദ്യാർത്ഥി ആണോ. നീ ഒരു പുതിയ വിദ്യാർത്ഥിയാണോ. അൻത താലിബുൻ ജദീദുൻ, നീ ഒരു പുതിയ വിദ്യാർത്ഥി ആണോ. അൻത താലിബുൻ ജദീദുൻ എന്നാൽ നീ ഒരു പുതിയ വിദ്യാർത്ഥി ആകുന്നു എന്നർത്ഥം. അതിൻ്റെ മുന്നിൽ ഹംസത്തുൽ ഇസ്തിഫാം വന്നപ്പോൾ നീ ഒരു പുതിയ വിദ്യാർത്ഥി ആണോ എന്ന് അർത്ഥം കിട്ടി. ഹംസ ഹർഫുൽ ഇസ്തിഫാം. ഹർഫുൽ ഇസ്തിഫാം മബനിയുൻ അലൽ ഫതഹി, അതിന് ഫതഹയിൽ മബനിയാണ്. അൻത ളമീറുൻ മുൻഫസിലുൻ മബനിയുൻ അലൽ ഫതഹി. ഇനി വേണമെങ്കിൽ നമുക്ക് മുബ്തദ എന്നും കൂടി പറയാം കേട്ടോ. ളമീറുൻ മുൻഫസിലുൻ മുബ്തദഅ. ളമീറുൻ മുൻഫസിലുൻ മുബ്തദഅ. താലിബുൻ ഖബറുൻ മർഫൂഉൻ. താലിബുൻ ഖബറുൻ മർഫൂഉൻ. ജദീദുൻ എന്നത് നഅത്താണ്. താലിബുൻ എന്നതിൻ്റെ നഅത്താണ് ജദീദുൻ എന്നത്. ഇപ്പോൾ താലിബുൻ എന്നത് മൗസൂഫാണ് അല്ലെങ്കിൽ മൻഊത്താണ്. ജദീദുൻ എന്നത് നഅത്താണ്. ജദീദുൻ നഅത്തുൻ മർഫൂഉൻ. താലിബുൻ ഖബറുൻ മർഫൂഉൻ. ജദീദുൻ നഅത്തുൻ മർഫൂഉൻ. നഅം, അതെ. അന താലിബുൻ ജദീദും, അതെ ഞാനൊരു പുതിയ വിദ്യാർത്ഥിയാകുന്നു. നഅം ഹർഫു ജവാബ്. നഅം ഹർഫു ജവാബ് മബനിയുൻ അല സുക്കൂനി, സുക്കൂനിൽ മബനിയായ ഹർഫു ജവാബ്. നഅം ഹർഫു ജവാബ്. അന ളമീറുൻ മുൻഫസിലുൻ മുബ്തദഅ. ളമീറുൻ മുൻഫസിലുൻ മുബ്തദഅ. താലിബുൻ ഖബറുൻ മർഫൂഉൻ. താലിബുൻ ഖബറുൻ മർഫൂഉൻ. ജദീദുൻ നഅത്തുൻ മർഫൂഉൻ. നഅത്ത് മർഫൂ ആണ്. താലിബുൻ എന്നതിൻ്റെ നഅത്താണ് ജദീദുൻ എന്നത്. ജദീദുൻ എന്നത് നഅത്തുൻ മർഫൂഉൻ. അപ്പോൾ നമ്മൾ നഅത്ത് വരുമ്പോൾ ശ്രദ്ധിക്കണം, ആ 4 കാര്യങ്ങളും മാച്ചായോ എന്ന് ശ്രദ്ധിക്കണം. അതിൽ മംനൂ മിന സർഫ് വരുമ്പോൾ തൻവീൻ വരില്ല എന്ന് മനസ്സിലാക്കണം. മംനൂ മിന സർഫ് വരുമ്പോൾ തൻവീനോ അലിഫ്ലാമോ വരില്ല എന്ന് കൂടി മനസ്സിലാക്കണം. തമാരീനു എക്സസൈസ്. തമാരീനു എക്സസൈസസ്. ഇഖ്റ വക്തുബ്, നീ വായിക്കണം, നീ എഴുതുകയും ചെയ്യണം. ഇതിൽ അടുത്ത എക്സസൈസ് നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഇതല്ല 2ഉം 3ഉം
ഓക്കെ ഏട്ടാ, ചെയ്തിട്ട് വരിക കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നോക്കിയിട്ട് ഇതാക്കാം. മുഹമ്മദുൻ താലിബുൻ ഖദീമുൻ. മുഹമ്മദുൻ താലിബുൻ ഖദീമുൻ. മുഹമ്മദ് ഒരു പഴയ വിദ്യാർത്ഥി ആകുന്നു. മുഹമ്മദ് ഒരു പഴയ വിദ്യാർത്ഥി ആകുന്നു. മുഹമ്മദുൻ മുബ്തദഅ മർഫൂഉൻ. മുഹമ്മദുൻ മുബ്തദഅ മർഫൂഉൻ. താലിബുൻ ഖബറുൻ മർഫൂഉൻ. താലിബുൻ ഖബറുൻ മർഫൂഉൻ. ഖദീമുൻ, താലിബുൻ എന്നതിൻ്റെ നഅത്താണ് ഖദീമുൻ എന്നത്. ഖദീമുൻ നഅത്തുൻ മർഫൂഉൻ. ഖദീമുൻ എന്നത് നഅത്തുൻ മർഫൂഉൻ. അദാലിക റജുലു മുദർരിസു. അദാലിക റജുലു മുദർരിസുൻ ജദീദുൻ. അദാലിക റജുലു മുദർരിസുൻ ജദീദുൻ. ആ പുരുഷൻ പുതിയ അധ്യാപകനാണോ? ആ പുരുഷൻ പുതിയ അധ്യാപകൻ ആണോ? അദാലിക റജുലു മുദർരിസുൻ ജദീദുൻ. ആ പുരുഷൻ പുതിയ അധ്യാപകനാണോ? ഓക്കെ, ഇനി ഹംസ ഒഴിവാക്കി ആദ്യം പറഞ്ഞു നോക്കുക, അർത്ഥം പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ. ദാലിക റജുലു, ആ പുരുഷൻ, മുദർരിസുൻ ജദീദുൻ, പുതിയ അധ്യാപകൻ ആണ്. അതിലേക്ക് ഹംസ വന്നപ്പോൾ അദാലിക റജുലു മുദർരിസുൻ ജദീദുൻ, ആ പുരുഷൻ പുതിയ അധ്യാപകൻ ആണോ? ഹംസ ഹർഫുൽ ഇസ്തിഫ്ഹാം. ഹർഫുൽ ഇസ്തിഫ്ഹാം മബനിയുൻ അലൽ ഫതഹി. ദാലിക ഇസ്മുൽ ഇഷാറ. ഇസ്മുൽ ഇഷാറ മബനിയുൻ അലൽ ഫതഹി. ഇസ്മുൽ ഇഷാറ മുബ്തദഅ. ദാലിക ഇസ്മുൽ ഇഷാറ മുബ്തദഅ. അർറജുലു എന്താണ്? ബദൽ. മാഷാഅല്ലാ, അർറജുലു ബദൽ. ദാലിക ഇസ്മുൽ ഇഷാറകൾക്ക് ശേഷം വരുന്ന അലിഫ് ലാം വെച്ച് തുടങ്ങുന്ന നാമങ്ങൾ ബദലുകളാണ്. അർറജുലു ബദലുൻ മർഫൂഉൻ. ബദലുൻ മർഫൂഉൻ. അർറജുലു ബദലുൻ മർഫൂഉൻ. മുദർരിസുൻ ഖബർ. മുദർരിസുൻ ഖബർ. ജദീദുൻ നഅത്ത്. മുദർരിസുൻ ഖബറുൻ മർഫൂഉൻ. ജദീദുൻ നഅത്തുൻ മർഫൂഉൻ. മുദർരിസുൻ എന്നതിൻ്റെ നഅത്താണ് ജദീദുൻ എന്നത്. അധ്യാപകനെ വിശേഷിപ്പിക്കുന്ന നാമമാണ് പുതിയത് എന്നത്. പുതിയ അധ്യാപകൻ. മുദർരിസുൻ എന്നത് മൻഊത്ത് മൗസൂഫാണ്. ജദീദുൻ എന്നത് സിഫ അല്ലെങ്കിൽ നഅത്ത് ആകുന്നു. ലാ ഹുവ ത്വബീബുൻ ജദീദുൻ. അല്ല, അദ്ദേഹം പുതിയ ഡോക്ടറാകുന്നു. അല്ല, അദ്ദേഹം പുതിയ ഒരു ഡോക്ടറാകുന്നു. അദ്ദേഹം പുതിയൊരു ഡോക്ടറാകുന്നു. ലാ ഹർഫു ജവാബ്. ഹർഫു ജവാബ് ഉത്തരം പറയാനുള്ള ഹർഫാണ് ലാ. ലാ ഹർഫു ജവാബ് മബനിയുൻ അല സുക്കൂനി. ലാ എന്ന് പറഞ്ഞാൽ അലിഫിന് ശേഷം ഹർക്കത്തില്ല. ലാം ഫതഹ അലിഫ് സുക്കൂനാണത്. അതുകൊണ്ട് നമ്മൾ സുക്കൂനിൽ മബനി എന്നാണ് പറയുക. ഹുവ ദമീറുൻ മുൻഫസിലുൻ മുബ്തദഅ. മബനിയും അല പറയുന്നില്ല, പക്ഷെ നിങ്ങൾ അറിയണം അത് ഫതഹയിൽ മബനിയാണെന്ന് നിങ്ങൾക്ക് അറിയണം. ലാസ്റ്റ് ഹർക്കത്ത് നിങ്ങൾക്ക് അറിയാലോ. ലമീറുൻ മുൻഫസിൽ, ലമീറുകളെല്ലാം മബനിയാണ്. ലമീറുകളെല്ലാം മബനിയാണ്. അതൊക്കെ മനസ്സിൽ ഓർമ്മ വരണം കേട്ടോ. പിന്നെ അങ്ങനെ കുറേ അങ്ങനെ പറഞ്ഞ് പ്രയാസപ്പെടുത്തേണ്ട വെച്ചിട്ടാ. ശരിക്കും നമ്മൾ ഇങ്ങനെ തന്നെ പറയണം. ലമീറുൻ മുൻഫസിലുൻ മബനിയുൻ അലൽ ഫതഹി ഫീ മഹല്ലി റഫ്ഇൻ മുബ്തദഅ. അങ്ങനെ പറഞ്ഞ് പഠിക്കണം. ടീച്ചർ, അതുകൊണ്ടാണ് ഇവിടെ അന വരുന്നോടത്തും പിന്നെ മബിനിയും അലൽ സുക്കൂനി എന്ന് പറയുന്നത്. നൂനിന് ശേഷം, അതെ അതെ, നൂനിന് ശേഷം ഒരു അലിഫ് ഉണ്ട്. അലിഫിന് ഹർക്കത്തില്ല. അതിൻ്റെ അർത്ഥം അവിടെ സുക്കൂൻ ഉണ്ടെന്നാണ് കേട്ടോ. ഓക്കെ. ഹുവ പിന്നെ മബനിൻ അലൽ ഫതഹി. ലാൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് അല്ലേ? ശരി. ഹുവ ദമീറുൻ. ഓക്കെ, ഖൈർ. ഹുവ ദമീറുൻ മുൻഫസിലുൻ മബനിയുൻ അലൽ ഫതഹി. ത്വബീബുൻ ഖബറുൻ മർഫൂഉൻ. ഹുവ എന്നുള്ളത് ദമീറുൻ മുൻഫസിലാണ്. അതുകൂടാതെ അത് മുബ്തദഅയാണ് കേട്ടോ. ത്വബീബുൻ ഖബറുൻ മർഫൂഉൻ. ത്വബീബുൻ ഖബറുൻ മർഫൂഉൻ. ജദീദുൻ എന്നത് ത്വബീബുൻ എന്നതിൻ്റെ നഅത്താണ്, പുതിയ ഡോക്ടർ. ത്വബീബുൻ ജദീദുൻ. ജദീദുൻ നഅത്തുൻ മർഫൂഉൻ. ത്വബീബുൻ ഖബറുൻ മർഫൂഉൻ. ജദീദുൻ നഅത്തുൻ മർഫൂഉൻ. ജദീദുൻ നഅത്തുൻ മർഫൂഉൻ. ഹാദ ദർസു സഹലുൻ. ഇണ്ടാക്കണേ. ഹാദ ദർസു സഹലുൻ. ഈ പാഠം എളുപ്പമുള്ളതാണ്. ഹാദ ദർസു സഹലുൻ. ഈ പാഠം എളുപ്പമുള്ളതാണ്. ഹാദ ഇസ്മുൽ ഇഷാറ മുബ്തദഅ. ഹാദ ഇസ്മുൽ ഇഷാറ മുബ്തദഅ. ഹാദ ഇസ്മുൽ ഇഷാറ മുബ്തദഅ. ഇസ്മുൽ ഇഷാറ മബനിൻ അല സുക്കൂനിയാണ് കേട്ടോ. അലിഫ് കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. ഇസ്മുൽ ഇഷാറ മബനിൻ അല സുക്കൂനിയാണ്. അതുകൂടാതെ അത് മുബ്തദഅയാണ്. ദർസുൻ
ഖബറുൻ മർഫൂഉൻ. ദർസുൻ ഖബറുൻ മർഫൂഉൻ. സഹ്ലുൻ എളുപ്പമുള്ളത്, എളുപ്പമുള്ള പാഠം, എളുപ്പമുള്ള പാഠം. സഹ്ലുൻ എന്നത് നഅത്താണ്, നഅത്തുൻ മർഫൂഉൻ. ദർസുൻ എന്നതിൻ്റെ നഅത്താണ് സഹ്ലുൻ എന്നത്, അല്ലെങ്കിൽ സിഫത്തുൻ എന്നും പറയാം. ഹാദ ഇസ്മുൽ ഇഷാറ മുബ്തദഅ, ദർസുൻ ഖബറുൻ മർഫൂഉൻ, സഹ്ലുൻ നഅത്തുൻ മർഫൂഉൻ. അബ്ബാസുൻ താജിറുൻ ഷഹീറുൻ. അബ്ബാസുൻ താജിറുൻ ഷഹീറുൻ. അബ്ബാസ് ഒരു സഹൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സഹലുൻ ഈസി, ഈസി എളുപ്പം, ഈസി. ദിസ് ഈസ് ഈസി ലെസൺ. ദിസ് ഈസ് ഹാദ ദർസു സഹലുൻ. ദിസ് ഈസ് ഈസി ലെസൺ. ദിസ് ഈസ് ഈസി ലെസൺ. ഓക്കെ, നമ്മളിപ്പോൾ അലിഫ്ലാം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എന്തായി? ഹാദ ദർസു സഹ്ലുനായാലോ? ഹാദ പിന്നെ അലിഫ്ലാം ഇട്ടിട്ട് അൽ ദർസു ആയിക്കഴിഞ്ഞാൽ അദ്ദർസു കേട്ടോ, അദ്ദർസു ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദർസു എന്നുള്ളത് ബദലാവും. അപ്പോൾ സഹ്ലു എന്നുള്ളത് ഖബറാകും. അപ്പോൾ എങ്ങനെ വരും? ദിസ് ലെസൺ ഈസ് ഈസി നൗ. ദിസ് ലെസൺ ഈസ് ഈസി നൗ. ഇപ്പോൾ അർത്ഥം ഹാദ ദർസു സഹ്ലു എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ഈസി ലെസൺ. അർത്ഥം പറയുമ്പോൾ വ്യത്യാസം വരും കേട്ടോ. അബ്ബാസുൻ താജിറുൻ ഷഹീറുൻ. എങ്ങനെ ഖബറാവെന്ന് പറഞ്ഞത് എന്താന്ന് മനസ്സിലായി? ഖബറാവെന്ന് പറഞ്ഞത് ഹാദക്ക് ശേഷം അദ്ദർസുന് ഒരു അലിഫ്ലാം കൊടുത്തു കഴിഞ്ഞാൽ ബദലാകും. ബദലാകുമ്പോൾ നമ്മൾ രണ്ടിനെയും കൂടി ഒന്നിച്ച് അർത്ഥം പറയാം. ഈ പാഠം, ദിസ് ലെസൺ. ഹാദ ദർസു എന്ന് പറഞ്ഞാൽ ദിസ് ലെസൺ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഹാദ ദർസു പറഞ്ഞ ഹാദ മുബ്തദ, അപ്പൊ ദർസു ബദലാവൂലേ? അപ്പൊ നമ്മൾ ഒന്നിച്ചല്ല അർത്ഥം പറയാ. ബദൽ പറയുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഹാദ കിതാബുൻ എന്ന് പറഞ്ഞാൽ ഹാദ മുബ്തദ, കിതാബുൻ ഖബർ അല്ലേ? അതെ. അപ്പൊ നമ്മൾ പറയും ദിസ് ഈസ് എ ബുക്ക്, അങ്ങനെയല്ലേ പറയാ? ഹാദ ദർസുൻ, ദിസ് ഈസ് എ ബുക്ക്. ഇനി അത് നമ്മൾ അലിഫ്ലാം ചേർത്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവുക? ആ ഹാദന്റെ ഒപ്പം തന്നെ അതിൻ്റെ അർത്ഥം പറയണം. ഹാദ കിതാബിന് പകരം ഹാദൽ കിതാബു. അലിഫ്ലാം ഇട്ട് കഴിഞ്ഞാൽ ദിസ് ബുക്ക് ഈസ്, ദിസ് ബുക്ക് ഈസ് നോട്ട് കംപ്ലീറ്റ്, അത് കംപ്ലീറ്റ് സെൻറ്റൻസ് ആവില്ല. ദിസ് ബുക്ക് ഈസ്, ഈ ബുക്ക് ആകുന്നു, ഈ ബുക്ക്. കണ്ടോ? ഹാദ കിതാബുൻ, ദിസ് ഈസ് എ ബുക്ക്. ഹാദൽ കിതാബു, ദിസ് ബുക്ക് ഈസ്. പിന്നെ അതിനൊരു ഖബറും കൂടി ഇട്ട് കൊടുക്കേണ്ടി വരും. ഓക്കെ, സഹലാവും ഖബർ. സഹലാവും ഖബർ. ഹാദ ദർസു അപ്പം ബദലായില്ലേ, ഖബറാവില്ലല്ലോ. അപ്പോൾ ഈ ബുക്ക് അല്ല, ഈ കിതാബിലൂടെ ഈ പാഠം, ഹാദ ദർസു, ഈ പാഠം സഹലുൻ എളുപ്പമുള്ളതാണ്. ഇവിടെ ബദലായിട്ട് പറഞ്ഞിട്ടില്ല. നമ്മൾ നഅത്തും അനൂത്തും പറയുമ്പോൾ ഒന്നിച്ചാണ്ട് അർത്ഥം പറയും. എളുപ്പമുള്ള പാഠം. ബദലും മുബദൽ മിൻഹും, ബദലും എന്തിൻ്റെ ബദലാണ്, അതിൻ്റെ രണ്ടിൻ്റെയും കൂടി അർത്ഥം ഒന്നിച്ച് പറയണം. ഇനി ചില സ്ഥലത്ത് ഇസ്മുൽ ഇഷാറ വരും, ബദൽ വരും, അതിനുശേഷം എന്ത് വരും? നഅത്ത് വരും അതിൻ്റെ. അപ്പോൾ അത് മൂന്നും കൂടി ഒന്നിച്ചെടുക്കണം. അങ്ങനെ പറയും. അത് വരും, എവിടെയോ ഉണ്ട്. ഇവിടെ നോക്കട്ടെ, ഇനി വരുമോ എന്നറിയില്ല, അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞോളൂ. അപ്പൊ ഇതില് ഹാദ ദർസ് രണ്ടു വേർഡും കൂടിയാണ് മുബ്തദ. അലിഫ്ലാം ഇട്ടാല് നമ്മൾ രണ്ടിനെയും കൂടി പറയില്ല. ഹാദനെ മുബ്തദ പറയും, മറ്റേ ബദല് പറയും. ഇപ്പോൾ നിങ്ങൾക്ക് അതിന് മനസ്സിലാവും. ഞാൻ പലപ്പോഴും പറഞ്ഞു തന്നിട്ടില്ലേ, എൻ്റെ സഹോദരി ഇന്ന ആളിവിടെ വന്നു പറയുമ്പോൾ, എൻ്റെ സഹോദരി റിൻസിയ വന്നു പറയുമ്പോൾ രണ്ടിനെയും കൂട്ടി ഒന്നിച്ചല്ലേ പറയുള്ളൂ. രണ്ടും ഒന്നിന് ഒരു സബ്സ്റ്റിറ്റ്യൂട്ടാണ് അതിൻ്റെ. കൂടുതൽ ഇങ്ങനെ ഒരു മനസ്സിലാക്കാൻ വേണ്ടി ഒരു പറഞ്ഞെന്നുള്ളൂ. പക്ഷെ രണ്ടും ഒന്നാണല്ലോ. പക്ഷെ അപ്പോൾ മൈ സിസ്റ്റർ എന്നുള്ളതാണ് മുബ്തദായിട്ട് എടുക്കുകയുള്ളൂ, മറ്റേത് ബദൽ എന്നേ പറയുള്ളൂ. അങ്ങനെയാണത്. അത് നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ പറഞ്ഞ് അതിങ്ങനെ ശരിയാവും കേട്ടോ. ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമ്മളത് ഒന്നിച്ചാണ് അത്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഏതായിരുന്നു, അത് നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. അതുപോലെ നായത്തും മന്നൂത്തും അങ്ങനെ തന്നെ. നമ്മളിപ്പോൾ ഒരു ഇതിൻ്റെ പറയുന്ന തുഫാഹിൻ്റെ കാര്യം പറഞ്ഞില്ലേ ഇവിടെ, ഫാക്കിഹത്തുൻ ലദീദത്തുൻ, മധുരമുള്ള പഴം, ഒറ്റ വാക്കാം, മധുരമുള്ള പഴം. പിന്നെ ഹാദ ദർസു, ഈ പാഠം. അതേസമയം ഇതൊരു പാഠമാകുന്നു എന്ന് പറയുമ്പോൾ ഇത് ഒരു പാഠം ആകുന്നു, ഇതൊരു. അപ്പോൾ അതൊരു വേറെ മുബ്തദ ഖബറാവും. അത് സെപ്പറേറ്റ് ആയിട്ട് മുബ്തദ ഒന്ന്, അതിനെക്കുറിച്ച് വിശദീകരിക്കുന്ന വേറെ ഒന്നാവും. എന്നാൽ ബദലും മുബ്തദൽ മിൻഹു ആകുമ്പോൾ നമ്മൾ ദിസ് ബുക്ക് ഈസ് പറയുമ്പോൾ ദിസ് ഈസ് എ ബുക്ക്, അല്ല ദിസ് ബുക്ക് ഈസ് എന്ന് പറയും. അത് കഴിഞ്ഞിട്ടാണ് ഈസ് വെക്കുള്ളൂ. അല്ലെങ്കിൽ ദിസ് ഈസ് എ ബുക്ക്, ഹാദൽ കിതാബു ജദീദുൻ, ദിസ് ബുക്ക് ഈസ് ന്യൂ, അങ്ങനെ പറയും. ഓക്കെ. ഇനി അബ്ബാസുൻ താജിറുൻ ഷഹീറുൻ. അബ്ബാസ് ഒരു പ്രശസ്തനായ കച്ചവടക്കാരനാകുന്നു. ഷഹീറുൻ എന്ന് പറഞ്ഞാൽ പ്രശസ്തൻ. അബ്ബാസുൻ താജിറുൻ ഷഹീറുൻ. അബ്ബാസ് താജിറുൻ ഷഹീറുൻ പ്രശസ്തനായ കച്ചവടക്കാരനാകുന്നു. അബ്ബാസുൻ മുബ്തദഅ മർഫൂഉൻ, താജിറുൻ
ഖബറുൻ മർഫൂഉൻ വഹുവ മൻഊത്തുൻ. അതുകൂടാതെ അത് മൻഊത്തും കൂടിയാണ്, അല്ലെങ്കിൽ വഹുവ മൗസൂഫുൻ. ഷഹീറുൻ നഅത്തുൻ മർഫൂഉൻ, നഅത്താണ്. താജിറുൻ എന്നതിൻ്റെ വിശേഷണമാണ് ഷഹീറുൻ എന്നത്. താജിറുൻ എന്നതിൻ്റെ നഅത്താണ് ഷഹീറുൻ എന്നത്. ക്ലിയർ ആയിണ്ടാവും എന്ന് വിചാരിക്കണം. ഇൻഷാ അല്ലാ ബാക്കി 5 മുതൽ നാളെ എടുക്കാം കേട്ടോ. പറ്റുന്നവർ, സമയമുള്ളവർ നാലാമത്തെ എക്സസൈസൊക്കെ ഒറ്റയ്ക്ക് ചെയ്ത് നോക്കുക കേട്ടോ. കൂടുതൽ വാക്കുകൾ പഠിക്കുക, വൊക്കാബുലറി ഒക്കെ പഠിച്ചു വെക്കുക. കാരണം ഈ ഒരു ഭാഗം കഴിഞ്ഞാൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവം എടുക്കാനുണ്ട്. അത് കുറച്ച് കഷ്ടപ്പാടുണ്ട് അത് മനസ്സിലാക്കാൻ. ഇസ്മു മൗസൂൽ എടുക്കാനുണ്ട്. ഇൻഷാ അല്ലാ അതിലിട്ട നോട്ട് ഇൻഷാ അല്ലാ അടുത്ത പാഠത്തിൻ്റെയാണ് കേട്ടോ. അതിന് ഞാൻ താഴത്തേട്ട് പോകേണ്ട വെച്ചിട്ട് ഇട്ടതാണ്. മംനു മിന സർഫിൻ്റെ ഒരു കാറ്റഗറി കൂടി ഇട്ടിട്ടുണ്ട്. അത് അടുത്ത പാഠത്തിലാണ് വരുന്നത്. ഓക്കെ, ജസാക്കുമുല്ലാഹു ഖൈറൻ കസീറ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ കൂടിച്ചേരലൊക്കെ സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ.